പരിഗണനയിലിരുന്ന മുഴുവൻ ബില്ലുകളിലും ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ അടക്കമുള്ള 5 ബില്ലുകളിലാണ് ഒടുവിൽ ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്. സർക്കാർ വിശദീകരണങ്ങൾ പരിശോധിച്ചാണ് രാജ്ഭവന്റെ നടപടി. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീര സഹകരണ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നീ ബില്ലുകളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവെച്ചിരിക്കുന്നത്. രാജ്ഭവന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബില്ലുകൾക്കും ഇതോടെ അനുമതിയായിരിക്കുകയാണ്. ഇനി ഒന്നും തന്നെ ഇതിൽ ബാക്കി നിൽക്കുന്നില്ലെന്നും രാജ്ഭവൻ അറിയിക്കുന്നു. കൂട്ടത്തിൽ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് ഏറെ പ്രധാനമാണ്. പട്ടയഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന രീതിയാണ് ഈ ബില്ല് കൊണ്ട് മാറുക. എന്നാൽ ബില്ലിനെതിരെയും പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്ക് കുടപിടിക്കാനാണ് ബില്ല് പാസാക്കിയെടുക്കുന്നത് എന്നായിരുന്നു മുഖ്യമായ ആക്ഷേപം. പരിസ്ഥിതി പ്രവർത്തകരടക്കം ഇങ്ങനെ എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ നിലവിലുള്ള ഭൂപതിവ് നിയമം 60 വർഷം പഴക്കമുള്ളതാണെന്നും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ ഇതിൽ ആവശ്യമാണെന്നുമാണ് സർക്കാർ വിശദീകരണം. ജനം, തിരുവനന്തപുരം.